ഹലോ, ഇന്ന് ഞാനൊരു കസ്റ്റാർഡ് പുഡിങ്ങാണ് ട്രൈ ചെയ്ത് നോക്കിയത്. സക്സസ് ആയി വന്നപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഈ പുഡിങ്ങിന്. ഞാൻ ഇങ്ങനത്തെയൊക്കെ പുഡിങ് ഉണ്ടാക്കുന്ന ടൈമിൽ ഫ്ലോപ്പായി പോവുകയാണ് പതിവ്. പക്ഷേ ഇന്ന് എന്തോ നല്ല പോണക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നേ. അതുപോലെ നമ്മൾ ചില വീഡിയോസിലൊക്കെ 2 ചേരുവകൾ കൊണ്ടുണ്ടാക്കുക എന്നൊക്കെ കാണത്തില്ലേ, അതുപോലെ ഇതും പറ്റും. പക്ഷെ നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാ ഐറ്റംസ് കിട്ടുന്നത് ചിലപ്പോഴൊക്കെ മാത്രമല്ലേ, അതുകൊണ്ട് ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 250 ml പാലാണ് ഞാൻ എടുത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. ഇവിടെ ഞാൻ കസ്റ്റാർഡ് പൗഡർ ഫുൾ അങ്ങ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച് കട്ട പിടിക്കുന്നു, പക്ഷേ കട്ടയൊന്നും പിടിച്ചില്ല കേട്ടോ. നല്ലതായിട്ട് മിക്സ് ചെയ്താൽ മതി. അടുത്തത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ഇട്ടത്, പാൽപ്പൊടി. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കാണേ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ഇനി നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യണേ. കട്ടയൊന്നും പിടിക്കാതെ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇനി നമ്മൾ തയ്യാറാക്കിയത് വേവിച്ചെടുക്കണേ. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തിക്ക് ആൻഡ് ക്രീമി പരുവത്തി വേണം നമുക്ക് എടുക്കാനേ. പിന്നെ ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇങ്ങനെ തേക്കണേ. ആ വേവിച്ചെടുത്തത് നമ്മൾ ചൂടോടെ തന്നെ ഈ ബൗളിലോട്ട് ആക്കുക. 2-3 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണേ. എനിക്കൊരു 2 മണിക്കൂർ എടുത്തത് സെറ്റായിട്ട് വരാൻ. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കി അതിൻ്റെ സൈഡ് കുറച്ച് പോയിട്ടുണ്ട്. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് ഉള്ളത്. നിങ്ങൾ എന്തൊക്കെയാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ക്ഷമ മാത്രം മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ, ഒന്ന് ബ്യൂട്ടി ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.